ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ വിചാരിക്കണം. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കാരണം പെരുന്നാളിന് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നമുക്കത് കറക്റ്റ് സമയത്ത് എഡിറ്റ് ചെയ്യാനോ അതുപോലെ കറക്റ്റ് സമയത്ത് ഇടാനോ ഒന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് നോക്കട്ടോ. അങ്ങനെ രാവിലത്തെ ചാടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായി കേട്ടോ. അപ്പോൾ എന്നും ബിരിയാണി അല്ലേ വെക്കാറ്, ബീഫ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഇന്ന് നമുക്ക് എല്ലാം പച്ചക്കറികളും, അതായത് വാഴയ്ക്ക, പൂള, ചേമ്പ്, ചേന, അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീഫും ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ ചക്കക്കൂട്ടാൻ വെക്കുക, ഇറച്ചിയും പുളിയും വെക്കുക, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഏത് കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിലും കഴിച്ചും പോകും. അപ്പോൾ അങ്ങനെ കറികളൊക്കെ റെഡിയായി ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ടേബിളിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ നിലത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അതൊക്കെയാണ് ഒരു രസം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉള്ളത് എന്താണോ അത് ഓണം പോലെ കഴിക്കാം. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു അസ്ർ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്തു, കുട്ടികളൊക്കെ പുഴ കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. പുഴ അടുത്താണ്, പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണതുകൊണ്ട് പുഴയ്ക്ക് അങ്ങനെ പോകലില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണല്ലോ അങ്ങനെയൊക്കെ പോകാൻ. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുഴയിലൊക്കെ പോയി അവിടേക്ക് ഇരുന്ന് ഇരിക്കാനൊക്കെ ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയിരുന്ന് കുറേ പിക്കൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോന്നു. അല്ല പോയും കൂടുമ്പോൾ ഇങ്ങനെ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇങ്ങനെ നിന്ന് കരയായിരുന്നു കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട്. നമ്മൾ നീന്തി കളിച്ച് വളർന്ന പുഴ തന്നെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ മക്കളല്ലേ, അവരിറങ്ങുമ്പോൾ നമുക്കൊരു ബേജാറാണെന്ന്, കാല് തന്നെ പോയാൽ അത് മതിയില്ലേ. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി കേട്ടോ. എല്ലാവർക്കും കിട്ടിയാ? ഓക്കെ. നീ ആരാണ് പോലീസ് പറഞ്ഞത്? പോലീസ് ആരാ? കള്ളനെ പറയ്, കള്ളനെ അങ്ങനെ പിന്നെ ഉമ്മയുടെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം രാത്രി അതുപോലെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും പറഞ്ഞത് നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാമെന്നുള്ളത്. കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും പക്ഷെ പണ്ട് കാലത്ത്, ഇന്നുള്ള കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലമായിരുന്നു രസം. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും മൊബൈലുമേ ആണല്ലോ. അതിൽ അധികം സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ റീൽസ് കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും അങ്ങനത്തെ ഒരു കാലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേന്ന് നേരം വെളുത്ത വടവരൊക്കെ വിടുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകും. 2 ദിവസം ഉണ്ടായി അവരിവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയതിന് ശേഷം പിന്നെ വീടൊക്കെ ഒന്ന് ഉറങ്ങിയ പോലെ ആയി. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അതുപോലെ ഒരുമിച്ച് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ പെരുന്നാൾ വിശേഷങ്ങളെന്ന് പറയുന്നത്. കാരണം നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ കുറേ ദിവസം കഴിയും ചിലപ്പോൾ എത്തുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എപ്പോഴും പറയണ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.